Hello friends, welcome to my YouTube channel Haru and Tanu. ഇന്നത്തെ വീഡിയോയിൽ ഉണക്കമീനും കുമ്പളങ്ങയും കൂടി ചേർത്തിട്ടുള്ള ഒരു കറിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അധികം കോമൺ അല്ലാത്ത ഒരു പ്രിപ്പറേഷൻ ആണ് ഇത്. ഞാൻ ഇവിടെ ഉണക്ക പല്ലിമീനാണ് യൂസ് ചെയ്തേക്കുന്നത്. ഏതൊരു ഉണക്കമീനും നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഉണക്കമീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് കറി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഉണക്കമീൻ ഇതുപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു മൺചട്ടിയിലാണ് കേട്ടോ നമ്മളിന്ന് കറി ഉണ്ടാക്കുന്നത്. ഞാനിവിടെ എടുത്തേക്കുന്നത് 2 പല്ലിമീനാണ്. മീനൊക്കെ അധികം കിട്ടാത്ത സമയത്ത് നമ്മൾ ഉണക്കമീനൊക്കെ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള കറികളൊക്കെ പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതിന് മുൻപും നമ്മൾ ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഉണക്കച്ചെമ്മീൻ കറി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആദ്യം തന്നെ നമുക്ക് 5 വറ്റൽമുളക് വെള്ളത്തിലിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. വേവിച്ച വറ്റൽമുളക് അരച്ചതിന് ശേഷം നമ്മൾ കറിയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു കളർ ഉണ്ടാവും നമ്മുടെ കറിക്ക്. ഈ വീഡിയോൻ്റെ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ഉണക്കമീനും കുമ്പളങ്ങയും കൂടെ ചേർത്തിട്ടുള്ള ഒരു കറിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. കുമ്പളങ്ങ ഇതുപോലെ നീളത്തിൽ, അതായത് അവിയലിനൊക്കെ മുറിക്കുന്നത് പോലെ മുറിച്ചിട്ട് നമുക്ക് ഉണക്കമീൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കാം. കുമ്പളങ്ങ കണ്ടോ, ഈ ഒരു നീളത്തിലാണ് ഞാൻ മുറിച്ചെടുത്തേക്കുന്നത്. ഈ ഒരു കറി പ്രിപ്പയർ ചെയ്തതിന് ശേഷം ആ കുമ്പളങ്ങയുടെ കഷ്ണങ്ങൾ കഴിക്കാനാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ്. ഞാനിവിടെ 1/2 കിലോ കുമ്പളങ്ങയാണ് ഇതുപോലെ നീളത്തിൽ മുറിച്ച് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് 10 ചെറിയുള്ളി വട്ടത്തിൽ മുറിച്ചത് ചേർത്ത് കൊടുക്കാം. 2 അധികം എരിവില്ലാത്ത പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ വറ്റൽമുളക് അരച്ചത് ചേർക്കുന്നുണ്ട് പിന്നീട്, അപ്പോൾ എരിവ് നമുക്ക് അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. 2 തണ്ട് കരിവേപ്പില, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഉണക്കമീൻ നന്നായിട്ട് നമ്മൾ കഴുകി എടുത്തിട്ടുണ്ടെങ്കിലും അതിൽ കുറച്ചൊക്കെ ഉപ്പുണ്ടാകും. എന്നാലും നമ്മുടെ കറിക്ക് കുറച്ച് ഉപ്പ് വേണം. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള കൊടംപുളി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത് ചേർക്കാം. കൊടംപുളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ കറിയിലേക്ക് നല്ലവണ്ണം പുളി ഇറങ്ങും. അരപ്പ് തയ്യാറാക്കാനായിട്ട് നമുക്ക് 1 കപ്പ് ഫ്രഷ് ആയിട്ട് ചിരണ്ടിയ തേങ്ങ, അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വച്ചിരിക്കുന്ന വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. തണ്ട് മാറ്റിയിട്ട് നമുക്ക് ചേർക്കാം വറ്റൽമുളക്. 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് ഇതുപോലെ നമുക്ക് അരച്ചെടുക്കാം. എന്നിട്ട് ഈ അരപ്പ് നമുക്ക് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന മൺചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ മിക്സിയിൽ കുറച്ച് അരപ്പൊക്കെ ഉണ്ടാകില്ലേ, അതിലേക്ക് നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് അതൊന്നും നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടും തന്നെ നമ്മുടെ അരപ്പ് വേസ്റ്റായി പോകില്ല. എല്ലാം തന്നെ നമുക്ക് കറിയിലേക്ക് ചേർക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കറിക്ക് എത്ര ചാറ് വേണം അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന കുമ്പളങ്ങ, ഉണക്കമീൻ, അരപ്പ് എല്ലാം നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. കറി തിളച്ച് വരുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കറി കുക്ക് ചെയ്തെടുക്കാം. കുമ്പളങ്ങയും ഉണക്കമീനും വേകുന്നതാണ് പാകം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു മൂടി വെച്ച് ഇതുപോലെ അടച്ച് നമുക്ക് കുമ്പളങ്ങയും മീനും വേവിച്ചെടുക്കാം. ഇടയ്ക്ക് നമുക്കൊന്ന് തുറന്ന് നോക്കാം. സ്പൂണിട്ട് ഇളക്കാൻ നിൽക്കണ്ട, കാരണം നമ്മുടെ മീനിൻ്റെ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ ചട്ടിയോട് കൂടി നമുക്ക് ഒന്ന് ഇടയ്ക്ക് ചുറ്റിച്ചു കൊടുക്കാം. അങ്ങനെ ഒരു 10 മിനിറ്റ് ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുമ്പളങ്ങയും മീനിൻ്റെ കഷ്ണങ്ങളും വേവിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കൊന്ന് കടുക് വറുത്തിടണം. അതിനായിട്ട് ഒരു ചെറിയ സോസ് പാൻ നമുക്ക് ഗ്യാസിൽ വെച്ച് ചൂടാക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുകിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. 2 തണ്ട് കറിവേപ്പില, 3 ചെറിയുള്ളി ചെറുതായിട്ട് മുറിച്ചത് എന്നിവ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആയതിനു ശേഷം നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള, വളരെ എളുപ്പം നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാവുന്ന ഒരു നാടൻ കറിയാണിത്. കുമ്പളങ്ങയും ഉണക്കമീനും കൊണ്ടുള്ള ഈ ഒരു കറി തീർച്ചയായിട്ടും പ്രിപ്പയർ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻസിൽ പറയണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ് ഹരു ആൻഡ് തനു. ബൈ.